ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 9:45 ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിൽ തീ പകരും. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാലയിടാനായി തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അടുപ്പുകൾ ഒരുക്കി കാത്തിരിക്കുന്നത്. വിപുലമായ ക്രമീകരണങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പണ്ടാര അടുപ്പിൽ അഗ്നി പകരാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. തീർച്ചയായും ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം കാത്തിരിപ്പാണുള്ളത്. പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുക 9:45 ക്ഷേത്രം തന്ത്രി പൊങ്കാല ഭണ്ഡാര അടുപ്പിലേക്ക് ഭണ്ഡാര അടുപ്പിൽ തീ പടർന്നതിന് ശേഷമാണ് ഈ നഗരത്തിലുടനീളം സജ്ജമാക്കിയിട്ടുള്ള പതിനായിരക്കണക്കിന് വരുന്ന മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്ക് സ്ത്രീകൾ അവരുടെ അഗ്നി പകരുക. പിന്നീട് ദേവിക്കുള്ള പായസം നൈവേദ്യം, ശർക്കരയും അവലുമൊക്കെ ചേർത്തുള്ള ആ പായസം നൈവേദ്യം തയ്യാറാക്കുന്ന ഒരുക്കത്തിലായിരിക്കും ഭക്തരുണ്ടാവുക. നിലവിൽ ഈ ശുദ്ധപുണ്യാഹത്തിൻ്റെ ഭാഗമായി ദർശനം ഇപ്പോൾ അനുവദിക്കുന്നില്ല എങ്കിൽ കൂടിയും ക്ഷേത്രത്തിന് പുറത്ത് നമുക്ക് കാണാം. ദർശനം ഇപ്പോൾ അനുവദിക്കുന്നില്ലെങ്കിൽ കൂടിയും ക്ഷേത്രത്തിന് പുറത്ത് ആളുകൾ ഇങ്ങനെ ഭക്തി നിർഭരമായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന 9ാം ദിനമാണ് ചരിത്രപ്രസിദ്ധമായ പൊങ്കാല അരങ്ങേറുന്നത്. 10ാം ഉത്സവ രാത്രി കുരുതി തർപ്പണത്തോടുകൂടിയാണ് ഈ ഉത്സവം സമാപിക്കുക. പൊങ്കാല ദിനത്തിൽ പാടുന്ന കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാൽ ഉടനെയാണ് പൊങ്കാല അടുപ്പിലെ അഗ്നി പകരുന്ന സമയം ഇവിടെ ആഗതമാകുക. അല്പം കഴിഞ്ഞാൽ ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ തുടങ്ങും. തുടർന്ന് ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി അനീഷ് നമ്പൂതിരി ദീപം പകരുകയും ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറുകയും ചെയ്യും. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിരിക്കുന്ന ഭണ്ഡാര അടുപ്പിലുമെല്ലാം തന്നെ തീ കത്തിക്കും. ഭക്തജനങ്ങൾക്കുള്ള അടുപ്പുകൾ ജ്വലിപ്പിക്കുന്നതിനുള്ള അറിയിപ്പായി ഒരു ചെണ്ടമേളവും കതിനാവെടിയും ഒക്കെ മുഴക്കും. ഇതോടെ ക്ഷേത്ര പരിസരങ്ങളും മറ്റ് സ്ഥലങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന അടുപ്പുകളിൽ അഗ്നി പകരുന്നതോടെ ആറ്റുകാലും പരിസരവും മറ്റൊരു യാഗശാലയായി മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അതിന് മുന്നോടിയായി ഇതാ ഭക്തർ അവരെ സംബന്ധിച്ച് അവരുടെ വലിയ ദിവസങ്ങൾ നീണ്ട വ്രതത്തിനൊടുവിലാണ്. എത്ര വർഷമായി വരുന്നു? ഇവിടെ വർഷമൊന്നും പറയാനായിട്ടൊന്നും പറ്റൂല. എല്ലാ വർഷവും ശരീരസുഖം ഉണ്ടെങ്കിൽ അമ്പലനടയിൽ ഒന്ന് പൊങ്കാലയിടും. വർഷവും ഇവിടെ നിന്ന് പണ്ടാരടുപ്പിൽ തീ പകർന്ന് പൊങ്കാല പോയി അമ്മയ്ക്ക് വാൾക്കുരവയിട്ട് തൃപ്തിയായിട്ട് തിരിച്ചു മടങ്ങി. അതുപോലെ ഈ വർഷവും അത് നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോഴും വാൾക്കുരവയിട്ട് അമ്മയുടെ പൊങ്കാല എല്ലാം കണ്ട് തൃപ്തിയായിട്ട് പോകണമെന്നും നിൽക്കുകയാണ്. അമ്മയുടെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ പറഞ്ഞു? സങ്കടം എല്ലാം പറഞ്ഞു അമ്മയുടെ അടുത്ത്. ഇത്രയും നേരവും നമ്മളെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് സുഖമില്ലാത്ത ആളാണ്, വൃക്കയ്ക്ക് തകരാറാണ്, 9 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സുഖം കൊടുക്കണേ, ഇനി ഒരു 5 വർഷം കൂടി ജീവിച്ചിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം അമ്മേനെ. തീർച്ചയായും ഇവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭർത്താവ് വൃക്കയ്ക്ക് തകരാറിലായി ഡയാലിസിസ് ചെയ്യുന്നതാണ്. അമ്മയുടെ മുൻപിൽ വന്ന് സങ്കടങ്ങൾ പറയുകയാണ്. ചേച്ചി എവിടുന്ന്? ശ്രീ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കുളത്തൂർ എഞ്ചിനീയറിംഗ് കോളേജ്. എല്ലാ വർഷവും വരും. എല്ലാ വർഷവും പൊങ്കാല ഇല്ലാത്തപ്പോൾ പൊങ്കാല ഇല്ലാത്ത ദിവസം ഇതേപോലെ ഒന്ന് തൊഴുതിട്ട് പോകും. ഇപ്പോൾ ശുദ്ധപുണ്യാഹത്തിൻ്റെ സമയമുണ്ട്. ദർശനം ഇപ്പോഴും രാവിലെ പോയി കണ്ടു. രാവിലെ 7:30 തൊഴുതിറങ്ങി. രാവിലെ വന്നു 7:30 തൊഴുതിറങ്ങി. സുഖമായിട്ട് തൊഴുതു. കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. ശരിയോ? എങ്ങനെയാണ് ഇവിടെ ക്ഷേത്രത്തിൽ ദർശനം സാധാരണ വരാറ്? ഇല്ല, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം തിരൂരിൽ നിന്നാണ് ആദ്യമായിട്ടാണ്. ഇല്ല, ഞാൻ ഇവിടെ എറണാകുളത്താണ്, അവിടെയാണ് ജോലി. അപ്പം ഇങ്ങോട്ട് വന്നതാണ്. ശരി. സ്ത്രീകളുടെ ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല നമ്മൾ അറിയപ്പെടുന്നത്. എങ്കിൽ കൂടിയും ചില പുരുഷന്മാരും ഇവിടെ ദേവി സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും മറ്റുമായി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നതോടുകൂടി ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്, ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വലിയ തുടക്കം കുറിക്കും. ഈ റോഡരികിലെല്ലാം തന്നെ നാടും നഗരവും ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ യാഗശാലയായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് അല്പം കഴിഞ്ഞാൽ കാണാൻ സാധിക്കും.
എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ അല്പം മുൻപ് ഇവിടെ എത്തിയിരുന്നു. മന്ത്രിയും ഒപ്പം തന്നെയുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ് ഇവിടെയുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുൻ മന്ത്രി, മുൻ KPCC മുൻ അധ്യക്ഷനായിട്ടുള്ള K മുരളീധരനുണ്ട്. ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുണ്ട്. അങ്ങനെയുള്ള നേതാക്കളൊക്കെ PK കൃഷ്ണദാസ്, ഒപ്പം തന്നെ മന്ത്രി GR അനിൽ അടക്കമുള്ള വലിയൊരു നിര, ഒപ്പം M വിൻസെന്റ് MLA, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒപ്പം തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള VS ശിവകുമാർ, നെയ്യാറ്റിൻകര സനൽ അടക്കമുള്ള നേതാക്കൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുൻ മന്ത്രിമാർ, നിലവിലെ മന്ത്രിമാർ, ഒപ്പം തന്നെ കോർപ്പറേഷൻ അധികൃതർ, മേയർ അടക്കമുള്ളവർ എല്ലാവരും തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ അവരെല്ലാം തന്നെ ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആ ഒരു ചെണ്ടമേളവും കതിനപിടിയും കാത്തിരിക്കുകയാണ്. ശുദ്ധ പുണ്യാഹത്തിന് ശേഷം നേരെ പണ്ടാരടുപ്പിലേക്ക് തീ പടരുകയും അത് പകരുകയും അത് പിന്നീട് അവിടെ നിന്നും അതിൻ്റെ സൂചന നൽകിയതിന് ശേഷം മറ്റുള്ളവരുമെല്ലാം തന്നെ KS ശബരിനാഥൻ അടക്കമുള്ളവർ, ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ളവരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത് വലിയൊരു നേതൃനിര തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ആ ഒരു നിമിഷങ്ങളിലേക്ക് ആണ് എത്തിയത്. ഒപ്പം തന്നെ ശിവൻകുട്ടി, മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ ഒരു വലിയ നിരയുണ്ട്, MLA മാരുണ്ട്, മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരും അത് പ്രധാനമായിട്ടും ഈ ഒരു കാത്തിരിപ്പിലാണ്. പ്രത്യേകിച്ച് ഈ പൊങ്കാല ദിനത്തിൽ പാടുന്ന കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാൽ ഉടനെ പൊങ്കാല അടുപ്പിലെ അഗ്നി പകരുന്ന സമയം സമാഗതമാകും എന്നുള്ളതാണ്. അതിന് ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. ഇനി കേവലം ഒരു 5 മിനിറ്റ് മാത്രമാണ് ശുദ്ധ പുണ്യാഹത്തിനുള്ളത്. 9:15 ശുദ്ധ പുണ്യാഹം നടക്കും. ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾക്ക് അതിനുശേഷം ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി അനീഷ് നമ്പൂതിരി ദീപം പകർന്ന് ക്ഷേത്രത്തിൻ്റെ പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറുകയും സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാരടുപ്പിലും തീ കത്തിക്കും. ഭക്തജനങ്ങൾക്കുള്ള അടുപ്പുകൾ ജ്വലിപ്പിക്കുന്നതിനുള്ള അറിയിപ്പായി ചെണ്ടമേളവും കതിനവെടിയും മുഴക്കും. ഇതോടെ പരിസര പ്രദേശങ്ങളിലും മറ്റും തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിൽ അഗ്നി പകരുന്നതോടുകൂടി വലിയൊരു യാഗശാലയായിട്ട് ഈ തിരുവനന്തപുരം നഗരം മാറുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2:15 നടക്കുന്ന ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യവും ദീപാരാധനയും നടക്കുക. ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായി വലിയൊരു സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മാത്രം 350ഓളം പൂജാരിമാരെയാണ് പൊങ്കാല നിവേദ്യത്തിൽ തീർത്ഥം തളിക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. അവർ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെടും. ഇന്ന് ചന്ദ്രഗ്രഹണ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 3:10 മുതൽ രാത്രി 7 മണി വരെ ദേവീ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന ഒരു അറിയിപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. ക്ഷേത്രനട വീണ്ടും തുറക്കുക ക്ഷേത്രനട വീണ്ടും തുറക്കുക രാത്രി 7 മണിക്കായിരിക്കും. 7:30 ദീപാരാധന നടക്കും. 8:30 കുത്തിയോട്ട് ബാലന്മാർക്കുള്ള ചൂരൽകുത്ത് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും. ആദ്യമായി ചൂരൽ കുത്തുക ക്ഷേത്രം വക പണ്ടാര ഓട്ടത്തിനാണ്. ഇവരെ അണിയിച്ചൊരുക്കി തലയിൽ പുഷ്പകിരീടം വെച്ച് കയ്യിൽ ജണ്ടും പിടിച്ച് ക്ഷേത്രനടയിലെത്തുന്ന കുത്തിയോട്ടക്കാർക്ക് ദേവിക്ക് മുന്നിൽ വെച്ച് ചൂരൽ കുത്തും. തുടർന്ന് ദേവിയുടെ മടക്കാട് ക്ഷേത്രത്തിലേക്കുള്ള ദേവി എഴുന്നള്ളത്തിന് ഇവർ അകമ്പടി സേവിക്കും. എഴുന്നള്ളത്ത് തിരികെ ക്ഷേത്രത്തിലെത്തിയ ശേഷം ചൂരൽ ഇളക്കുന്നതോടുകൂടി കുത്തിയോട്ട വ്രതം അവസാനിക്കുമെന്നുള്ളതാണ്. കൂടാതെ താലപ്പൊലി, നമ്മൾ നേരത്തെ ഒരുപാട് കുട്ടികളെ കണ്ടു ദേവി രൂപം അണിഞ്ഞുകൊണ്ട് കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 10 വയസ്സിന് താഴെയുള്ള ബാലികമാർക്കുള്ള വിശേഷപ്പെട്ട ഒരു നേർച്ചയാണ് ഈ താലപ്പൊലി എന്ന് പറയുന്നത്. പൊങ്കാല ദിനം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് തലയിൽ പുഷ്പകിരീടം അണിഞ്ഞ് താലപ്പൊലിയുമായി ക്ഷേത്രത്തിലെത്തി ദേവിയുടെ തിരുമുന്നിൽ താലം പൊലിക്കുന്നൊരു ചടങ്ങാണിത്. ചന്ദ്രഗ്രഹണമായതിനാൽ താലപ്പൊലി നേർച്ചക്കാർ ഉച്ചയ്ക്ക് 1:30 മുൻപായി ക്ഷേത്രത്തിലെത്തി താലപ്പൊലി നടത്തണമെന്നൊരു നിർദ്ദേശം ക്ഷേത്രം അധികൃതർ നേരത്തെ തന്നെ നൽകിയിരുന്നു. 10ാം ഉത്സവ ദിവസമാണ് മാർച്ച് 4 എന്ന് പറയുന്നത്. രാവിലെ 10 മണിയോടുകൂടി ദേവിയുടെ അകത്തെഴുന്നള്ളിപ്പ് നടക്കും. അതിനുശേഷം കുത്തിയോട്ട വ്രതക്കാരുടെ വ്രതം
അവസാനിക്കും. അത് ഈ മാർച്ച് 4 രാവിലെ 10 മണിക്ക് ദേവിയുടെ അകത്തെഴുന്നള്ളിപ്പ് നടന്നതിന് ശേഷമായിരിക്കും കുത്തിയോട്ട വ്രതക്കാരുടെ വ്രതം അവസാനിക്കുക. രാത്രി 9:45 കാപ്പഴിപ്പ് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും. രാത്രി 10:15 നടയടക്കുകയും തുടർന്ന് 12:45 കുരുതി തർപ്പണം നടക്കുന്നതോടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കും. ഇതിന് വലിയൊരു ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 4000 പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഈ ഭക്തർക്ക് സുഗമമായി ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ഒപ്പം തന്നെ പൊങ്കാലയിടുന്നതിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് AGP എച്ച് വെങ്കടേഷ് അടക്കമുള്ളവർ നേരത്തെ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മന്ത്രി VN വാസവൻ അല്പം മുൻപ് പറഞ്ഞത് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും അനൗൺസ്മെന്റ് മുടങ്ങുകയാണ്. ശുദ്ധ പുണ്യാഹത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കുകയുണ്ടായി. കുടിവെള്ള പ്രശ്നമെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു. അത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ കൃത്യമായി പരിഹരിക്കപ്പെട്ടു എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അത് മേയർ VV രാജേഷും അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 52 വാർഡുകളിലും ടാങ്കറുകൾ അനുവദിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നം എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്ന് വ്യക്തമാക്കി. മറ്റൊന്ന് ശുചിത്വമാണ്. ഈ പൊങ്കാല ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അതെല്ലാം തന്നെ നീക്കം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ അടുത്ത നിമിഷം മുതൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഈ തിരുവനന്തപുരം മേയർ. അങ്ങനെ വലിയൊരു സന്നാഹം ഒരു കക്ഷി ോർത്തുകൊണ്ട് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഏറ്റവും ഗംഭീരമാക്കുന്നതിന് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഭക്തജനങ്ങൾ ഇത്തവണ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൽ തുടക്കമായിരിക്കുകയാണ്. 9:45 പിള്ളാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ പൊങ്കാല നിറഞ്ഞു തുളുമ്പുന്ന നിമിഷങ്ങളിലേക്ക് കടക്കും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ മറ്റുള്ള അടുപ്പുകളിലേക്കും അഗ്നി പകരുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജം തന്നെയല്ലേ? അതുപോലെ തന്നെ 9:45 പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ പൊങ്കാല അല്ലെങ്കിൽ പൊങ്കാല തിളച്ചു തൂകുന്നത് വരെ മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പണ്ടാര അടുപ്പിൽ നിന്നും മറ്റ് അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാണ്. ഇനി ആ ചടങ്ങുകൾ തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ചടങ്ങുകൾ തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ശുദ്ധപുണ്യാഹ ചടങ്ങിന് ശേഷമാണ് പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ണകി ചരിതത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് അതിനുശേഷം നേരെ ഈ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും. അഗ്നി പകർന്നതിന് ശേഷം അതിൻ്റെതായ സൂചനകൾ നൽകും. അതിനുശേഷമാണ് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള അടുപ്പുകളിലേക്ക് തീ പടരുക. അതിനുശേഷം ഈ ദേവിക്കുള്ള നൈവേദ്യ വസ്തുക്കൾ അവിടെ തയ്യാറാക്കിയ മണ്ഡലത്തിലേക്ക് ഭക്തരിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഏറ്റവും കരുത്തുറ്റൊരു ദിവസമാണ്. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഇടം, അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ ഒരു ദേവി എന്ന് പറയുന്നത് അഭീഷ്ടപരദായിനിയായ ദേവി, അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദേവി. ആ ദേവിക്ക് മുൻപിൽ വന്ന് സ്ത്രീകൾ ആ ദേവിയെ വരവേറ്റതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഏറ്റവും ശക്തമായൊരു പ്രാതിനിധ്യം നൽകുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒക്കെ ഒരു അടയാളപ്പെടുത്തലായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മഹോത്സവമാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം വലിയ ഭക്തജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും എത്തുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ ഭക്തജനങ്ങൾ കൂടുതലായി എത്തി എന്നുള്ളത് നേരത്തെ മേയർ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ കാണാം ഒരുപാട് ഭക്തർ ഇതിന് പുറത്ത് ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനാനിരതരായി അവരുടെ സങ്കടങ്ങളും മറ്റുമൊക്കെ അമ്മയുടെ മുൻപിൽ പറയാൻ വേണ്ടി എത്തിയ ഭക്തരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഏറ്റവും സങ്കടങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ദേവി അത് കേൾക്കുമെന്നൊരു വിശ്വാസമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. നേരത്തെ ഒരു സ്ത്രീ നമ്മളോട് പറഞ്ഞതുപോലെ അവരുടെ രോഗിയായ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ കരഞ്ഞുപോയി എന്നുള്ളതാണ് സങ്കടം കൊണ്ട്. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അതിന് തുടക്കം കുറിക്കുന്നത് പൂരനാളും പൗർണമിയും ഒത്തുചേരുന്ന ഈ 9-ാം ദിനം. അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസത്തിലെ പ്രാർത്ഥനയ്ക്കേറെ മഹത്വമുണ്ട് എന്ന് ഈ
ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് അതിനാവശ്യമായ നൈവേദ്യം അവർ സമർപ്പിക്കുന്നു. ആ നൈവേദ്യം സമർപ്പിക്കലിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു പൊങ്കാലയിടൽ എന്നുള്ളതാണ്. ഈ പൊങ്കാല ഇടുന്നതിൻ്റെ ഭാഗമായി പൊങ്കാല അടുപ്പിലേക്ക് ദേവിയുള്ള നൈവേദ്യം അവർ സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ ആ അടുപ്പിൽ നിന്നും അത് തിളച്ചു തൂവുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലെ തിന്മ കൂടിയാണ് അവിടെ കരിച്ചു കളയുന്നത് എന്നൊരു വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നു. അങ്ങനെ തിന്മയെല്ലാം കരിച്ചു കളഞ്ഞുകൊണ്ട് പുതിയ ഒരു മനുഷ്യനായി, പുതിയൊരു സ്ത്രീയായി കരുത്താർജിച്ചുകൊണ്ട് ആ സ്ത്രീകൾ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ ഒരുപക്ഷെ അവരിലേക്ക് വീണ്ടും അവരുടെ തിരികെയുള്ള കർമ്മ മേഖലയിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ വിശ്വാസം വ്യക്തമാക്കുന്നത് അവർ കൂടുതൽ കരുത്തുറ്റ ഒരു വനിതയായി തീരുന്നു. ഒപ്പം തന്നെ അവരുടെ സങ്കടങ്ങളെല്ലാം ദേവിക്ക് മുൻപിൽ ഇറക്കി വെച്ചു എന്ന ആശ്വാസത്തോടു കൂടി അവർ മടങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. റിയാസ് തുടരുക. എന്തായാലും പണ്ടാര അടുപ്പിലേക്ക് 9:45 അഗ്നി പകരും. അതിനുശേഷമായിരിക്കും പൊങ്കാല ചടങ്ങുകളുടെ പൂർണ്ണതയിലേക്ക് എത്തുക. നിവേദ്യം അർപ്പിച്ചതിന് ശേഷം പൊങ്കാല അർപ്പിച്ച ആളുകൾ മടങ്ങാനൊരുങ്ങും. എന്തായാലും 9:45 പണ്ടാര അടുപ്പിൽ ദീപം തെളിയിക്കും. 9:15 ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ നടക്കുക എന്ന് അറിയിച്ചത്. എന്തായാലും ശുദ്ധ പുണ്യാഹ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി മികച്ച സജ്ജീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നതെന്ന് ADGP H. വെങ്കിടേഷ് കേരള വിഷൻ ന്യൂസിനോട്. സുരക്ഷയ്ക്കായി 4000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഭക്തർക്ക് സുഗമമായി ചടങ്ങുകൾ നടത്താൻ അവസരമൊരുക്കുമെന്നും ADGP പറഞ്ഞു. ചേരുന്നുണ്ട് സർ, എങ്ങനെയാണ് ക്രമീകരണങ്ങളെല്ലാം തന്നെ? ക്രമീകരണം നല്ല പ്ലാൻഡ് ആയിട്ട് 10 ദിവസം മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ക്രമീകരണം 4000 പോലീസ് വിനിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ തിരക്കുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ നിയന്ത്രിക്കാൻ പറ്റി. ഇന്ന് നമ്മുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ ഗതാഗത ക്രമീകരണമാണ്. എങ്ങനെയാണ് അത് തുടരുക? അല്ല, ഇത് ഇനി ഉച്ചവരെ കൂടെ ഉണ്ടാവും. ഈ എല്ലാം കംപ്ലീറ്റ് ആയവരെ നമ്മുടെ പോലീസ് വിനിയോഗിച്ചിട്ടുണ്ടാവും. എല്ലാം കംപ്ലീറ്റ് ആയ ശേഷമേ നമുക്ക് പിക്ക് ചെയ്യാൻ. പോലീസിന് പുറമെ മറ്റ് സംവിധാനങ്ങളും നിയന്ത്രണത്തിന്റെ ഭാഗമായി എല്ലാം നമ്മുടെ മിക്കവാറും ക്രമസമാധാനം, പിന്നെ ഡിവോട്ടീസ്ക്ക് ഏറ്റവും സുഗമമായിട്ട് ദർശനം കൊടുക്കാനുള്ളതാണ് ഏറ്റവും ഉത്തരവാദിത്വം. അതായത് ഈ ഭക്തജനങ്ങൾക്ക് ഏറ്റവും സുന്ദരമായി തന്നെ ഇവിടെ ദർശനം ഒരുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ADGP H. വെങ്കിടേഷ് പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നഗരം ശുചീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് കോർപ്പറേഷൻ മേയർ VV രാജേഷ്. പൊങ്കാല കഴിയുന്ന അടുത്ത നിമിഷം ശുചീകരണം തുടങ്ങും. പൊങ്കാലയുമായി ബന്ധപ്പെട്ട യാതൊരു ആശങ്കയും വേണ്ടെന്നും മേയർ പറഞ്ഞു. വളരെ വളരെ സന്തോഷകരമായി, വളരെ ഭക്തി നിർഭരമായ പൊങ്കാല ചടങ്ങുകൾ 2 ദിവസം തന്നെ ഭക്തർ എത്തി. കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും പോലീസും ഒക്കെ പറയുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ പൊങ്കാല അർപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ട് ജനങ്ങളൊക്കെ തന്നെ ഭക്തി നിർഭരമായ മനസ്സോടുകൂടി തിരിതെളിക്കുന്നത് കാത്തിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ഇതിന് ശേഷമുള്ള നഗര ശുചീകരണത്തിനുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയായി. ഞങ്ങൾ കൃത്യമായ സ്ഥലത്ത് നിന്ന് തന്നെ അതിന് നേതൃത്വം കൊടുക്കും. ആറ്റുകാൽ പൊങ്കാലയുടെ ശുദ്ധ പുണ്യാഹത്തോടെയുള്ള ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. 9:45 ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിൽ തീ പകരുക. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദിക്കും. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല ഇടാനായി തിരുവനന്തപുരം നഗരത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അടുപ്പുകൾ ഒരുക്കി കാത്തിരിക്കുന്നത്. റിയാസ് കേമാറുണ്ട്. റിയാസ്, എന്തായാലും ശുദ്ധ പുണ്യാഹത്തോടെ അതിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആരംഭിച്ചു കഴിഞ്ഞില്ലേ ചടങ്ങുകളൊക്കെ? ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടെ നടക്കുന്നത് പൊങ്കാല ദിനത്തിൽ പാടുന്ന കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിയുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലുടൻ പൊങ്കാല അടുപ്പിലെ അഗ്നി പകരും. അതിന് എല്ലാവരും കാത്തിരിക്കുകയാണ്. മുതൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വരെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. മന്ത്രിമാരായിട്ടുള്ള VN വാസവനുണ്ട്, ഒപ്പം തന്നെ
ആർ അനിലുണ്ട്, ഒപ്പം വി ശിവൻകുട്ടിയുണ്ട്, എ റഹീം MP ഉണ്ട്, കൂടാതെ MLA-മാർ എം വിൻസെന്റ് ഉണ്ട്, ചാണ്ടി ഉമ്മൻ MLA ഉണ്ട്, ഒപ്പം തന്നെ രാഷ്ട്രീയ കക്ഷി നേതാക്കളായിട്ടുള്ള മേയറുണ്ട്, ഒപ്പം മേയർ VV രാജേഷ് ഉണ്ട്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായിട്ട് K മുരളീധരൻ മുൻ KPCC അധ്യക്ഷൻ, ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, PK കൃഷ്ണദാസ് BJP നേതാവ്, ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് കൗൺസിലറുമായിട്ടുള്ള KS ശബരിനാഥനുണ്ട്, മറ്റ് കൗൺസിലർമാരുണ്ട്. അങ്ങനെ വലിയൊരു നിര തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ ആറ്റുകാൽ പൊങ്കാലയുടെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നതിനായി കാത്തിരിക്കുന്നു. VK പ്രശാന്ത് MLA അടക്കമുള്ളവർ ഇവിടെ സജ്ജരായി കാത്തിരിക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ മുതൽ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കണക്ട് ചെയ്യുന്ന സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ സജ്ജരായിരിക്കുകയാണ്. ഇപ്പോൾ ശുദ്ധപുണ്യാഹം നടക്കുകയാണ്. ശുദ്ധപുണ്യാഹം പാടും. അത് കഴിഞ്ഞാലുടനെയാണ് പൊങ്കാല അടുപ്പിലേക്ക് എന്നാലും പ്രാർത്ഥനാ പുണ്യം തേടി ഭക്തജനങ്ങൾ ആറ്റുകാല പൊങ്കാല സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഹ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 9:45 കൃത്യം 9:45 പൊങ്കാല അടുപ്പുവെട്ടു ചടങ്ങ് നടക്കും. പിന്നീട് പണ്ടാര അടുപ്പിൽ തന്ത്രി തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള പൊങ്കാല അടുപ്പുകൾക്ക് അഗ്നി പകരുന്ന ചടങ്ങുകളിലേക്ക് കാര്യം കഴിയും. എന്തായാലും പണ്ടാര അടുപ്പിൽ ദീപം പകർന്നതോടെ ഈ ദീപം മറ്റ് ആ പണ്ടാര അടുപ്പിലേക്കും ജ്വലിപ്പിക്കും. പിന്നീട് ഭക്തർ തയ്യാറാക്കിയ അടുപ്പുകൾ കത്തിക്കാനുള്ള വിളംബരമായി ചെണ്ടമേളവും അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗവും മുഴങ്ങും. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളിൽ ജ്വലിപ്പിക്കുന്നതോടെ നഗരം എന്തായാലും ഒരു യാഗശാലയായി മാറുകയാണ്. 2:15 ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം ഉണ്ടാകും. എന്തായാലും ഇതിനായി തന്നെ ക്ഷേത്രത്തിൽ മാത്രമായി 350-ലടക്കം പൂജാരിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കൃത്യമായ ക്രമീകരണങ്ങൾ തന്നെ ആണ് ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതുതന്നെയാണ് മേയർ അടക്കം സൂചിപ്പിക്കുന്ന കാര്യം. കൃത്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. പുണ്യാഹ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇനി 9:45 പണ്ടാര അടുപ്പിൽ നിന്ന് ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. അതിനോട് മുന്നോടിയായി തന്നെ ഇപ്പോൾ പണ്ടാര അടുപ്പും അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുമതലയുള്ള ആളുകളാണ് ക്ഷേത്രത്തിൻ്റെ ഈ പണ്ടാര അടുപ്പിന് സമീപത്തായി ചുറ്റുമായി ഇരിക്കുന്നത്. വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന ഒരടുപ്പ്. അതിന് പുറത്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ ഉത്സവത്തിൻ്റെ ഏറ്റവും ഭംഗിയായ നടത്തിപ്പ് കേമമായി പൂർത്തിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സർക്കാരിനും ഒപ്പം തന്നെ നഗരസഭയ്ക്കുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ അങ്ങനെ തുടങ്ങി എല്ലാവരും ഇവിടേക്ക് എത്തുന്ന പതിവുണ്ട്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ദേവസ്വം മന്ത്രി VN വാസവനുണ്ട്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലുണ്ട്, വി ശിവൻകുട്ടിയുണ്ട്, അത് മുൻ മന്ത്രി VS ശിവകുമാറുണ്ട്, മേയർ VV രാജേഷ് ഉണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാവരും ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ പുണ്യം അറിയുന്നതിനും അനുഭവിക്കുന്നതിനുമായിട്ട് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ഷേത്രത്തിനും അല്ലെങ്കിൽ റോഡിലും അതിനും അപ്പുറത്തേക്ക് വീടുകളിലും പൊങ്കാല സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മലയാള സിനിമാ രംഗത്തുള്ള പ്രഗത്ഭരൊക്കെ തന്നെ ഇതിൽ അണിചേരുന്ന പതിവുണ്ട്. അവരൊക്കെ തന്നെ ചില ആളുകൾ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇടുന്നതിന് വേണ്ടി എത്തുമ്പോൾ ചില ആളുകൾ അവിടെ നിന്ന് മാറി വീടുകളിൽ പൊങ്കാല ഇടുന്ന പതിവുമുണ്ട്. അങ്ങനെ ഈ പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും തന്നെ വളരെയധികം സവിശേഷമായ ഒരു ചടങ്ങായി ഇത് മാറപ്പെടുന്നത്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ, അതായത് 2 ആഴ്ചയോളം മുമ്പ് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, അതായത് ക്ഷേത്രത്തിൽ 10ാം ഉത്സവം, അതായത് ഈ പൗർണമിയും നാളിലാണ് സാധാരണഗതിയിൽ ആറ്റുകാൽ
പൊങ്കാലയുടെ ചടങ്ങുകൾ നടക്കുക. അതിനൊരു മുഹൂർത്തം എന്ന് പറയുന്നത് 9:45 ഈ ദേവിയുടെ നക്ഷത്രവും പൗർണമിയും ഒരുമിച്ച് വരുന്ന ആ മുഹൂർത്തത്തിലാണ് ഈ പൊങ്കാലയുടെ ചടങ്ങുകൾക്ക് നടക്കം കുറിക്കുക. അതായത് ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ്. 9ാം ഉത്സവത്തിൻ്റെ ആ ദിവസം 9ാം ഉത്സവ ദിവസം ആണ് ഈ പൊങ്കാല നടക്കുക. അതിനുശേഷം 10ാം ദിവസം ആണ് ചടങ്ങ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കിഴക്കേക്കോട്ടയിൽ നിന്നാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം നമുക്ക് കാണാം ആ കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കാണുന്നത് കോട്ടയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ആ കോട്ടയുടെ പ്രധാന ഭാഗത്ത് തന്നെ ഒരുപാട് ഭക്തർ ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടി ഇങ്ങനെ പൊങ്കാല നിവേദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ സിനിമാ നടിമാരുടെയും അതുപോലെ തന്നെ ഈ കലാരംഗത്തുള്ളവരും ഒക്കെ തന്നെ ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടി എത്തുന്ന പതിവുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ നിരയുമാണ് ഇപ്പോൾ കാണുന്നത്. ഇവരെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും വർഷങ്ങളായി ഇവിടെ എത്തി ഈ പൊങ്കാലയുടെ സായുജ്യം അറിഞ്ഞ് മടങ്ങുന്നവരാണ്. ഇതിൽ വലിപ്പ ചെറുപ്പമില്ല, ജാതി മത ഭേദമില്ല, അതിനുമപ്പുറം സ്ഥലങ്ങളില്ല. അങ്ങനെ എല്ലാവരും ഒരുപോലെ അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഇവിടെ എത്തുന്ന ആളുകളെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പൊങ്കാല ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും ഈ എല്ലാ വീടുകളിലേക്കും ആളുകൾ എത്തുന്നു. പരിചയമില്ലെങ്കിലും ബന്ധുക്കളല്ലെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം, കുടിവെള്ളം ഉൾപ്പെടെയൊക്കെ നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നതിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്ന ഒരു സമീപനം ഈ ആറ്റുകാൽ ക്ഷേത്രവും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. പൊങ്കാല എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലുണ്ടാകുന്ന ഈ നെല്ലുകുത്തിയ അരി ഉപയോഗിച്ചുള്ള പൊങ്കാലയ്ക്കപ്പുറത്തേക്ക് ഇവിടെ മറ്റ് ചില സാധനങ്ങൾ കൂടിയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ടപ്പുറ്റ് എന്ന് പറയും. അതായത് ചെറുപയറും ധാന്യങ്ങൾ ഉപയോഗിച്ച് ചെറുപയറും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഇത് ഓരോ അസുഖങ്ങൾക്ക് അത് അസുഖങ്ങൾക്ക് അന്ന് മുക്തി നേടുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് അതുപോലെ തന്നെ അറിവ് കിട്ടുന്നതിന് വേണ്ടിയുമൊക്കെ ഓരോ തരത്തിലുള്ള പൊങ്കാലകൾ ഇവിടെ ഇടുന്ന പതിവുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഓരോ നിവേദ്യങ്ങളും സമർപ്പിക്കുന്ന പതിവുണ്ട്. അങ്ങനെയുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പൊങ്കാല നടക്കുന്നത്. അതേസമയം ക്ഷേത്രത്തിൻ്റെ പിറകുവശത്ത് നിന്നും നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോകുന്ന കിള്ളിയാറിൻ്റെ തീരത്ത് ഈ പൊങ്കാല ഇടുന്ന ചടങ്ങ് ഇല്ല. ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ദേവി ദർശനം കിട്ടുന്ന ഭാഗത്തെ പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങാണ് അവിടെ ഈ പൊങ്കാല നടത്താറുള്ളത്. അതിന് ഐതിഹ്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ജനപ്രതിനിധികളൊക്കെ എത്തി ആളുകളെയൊക്കെ കണ്ട് അവരുമായിട്ട് ഈ സന്തോഷവും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നത് കാണാം. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെ ഇവരൊക്കെ ഇന്നലെ മുതൽ തന്നെ ഈ പൊങ്കാലയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും പ്രശ്നങ്ങൾ ആളുകൾക്കൊപ്പം നിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. കാരണം ഇതിനകത്ത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒരു നാട് ഒരുമിക്കുന്നതാണ് ഈ പൊങ്കാല ഉത്സവം വളരെ ഭംഗിയാക്കി മോടിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ. അത്തരം തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും ഒത്തുചേരുന്നതും ഈ പൊങ്കാലയുടെ ഭാഗമായി മാറുന്നതും. അതിന് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. കാരണം ഈ അടുത്ത ബന്ധുക്കൾ ഒക്കെ തന്നെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്ക് എത്തുന്നു, അവർക്ക് പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ ആണ് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി നടത്തുന്നത്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ പൊങ്കാല ഇടാൻ എത്തുന്നവർക്ക് വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്ന ആളുകളുണ്ട്. അത് ഈ തെരുവിൽ നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ തന്നെ പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ ഇവർക്ക് രാവിലെയുള്ള പ്രഭാത ഭക്ഷണമായിട്ടും ഉച്ചഭക്ഷണമായിട്ടും ഒക്കെ നൽകുന്ന ഇത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മറ്റെങ്ങും കാണാത്ത രീതിയിൽ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാൻ വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് എടുത്തു പറയണം. കാരണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെയൊരു ചടങ്ങുകൾ കാണാൻ കഴിയില്ല. അത്തരത്തിലാണ് ആളുകളെ സ്വീകരിക്കുന്നതും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഈ പൊങ്കാലയുടെ ഭാഗമായി മാറുന്നതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യം. കാരണം ഇവിടെ കുടിവെള്ളം മുതൽ എല്ലാ സാധനങ്ങളും എത്തിക്കാൻ, ആഹാര സാധനങ്ങൾ
എത്തിക്കാൻ 2-3 ദിവസമായി തയ്യാറെടുക്കുന്ന വീടുകൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട്, വിവിധ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ ഈ വാഹന ഉടമകളുടെ സംഘടനകളുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധ സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിൽ പൊങ്കാല ഇടാൻ വരുന്നവർക്കായി വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി. അതിൻ്റെ ഒരു പരിസമാപ്തി വിഭവസമൃദ്ധമായ സദ്യ ഉൾപ്പെടെ നൽകുന്നത് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കിഴക്കേക്കോട്ടയിൽ വാഹനങ്ങളിങ്ങനെ നിരനിരയായി കിടക്കുന്നുണ്ട്. അതിന് വാഹനങ്ങൾക്ക് സാധാരണഗതിയിൽ ഈ പൊങ്കാല തുടങ്ങി കഴിഞ്ഞാൽ ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല. കാരണം ആദ്യ കുറേ സമയത്തേക്ക് തന്നെ കാഴ്ച മറയുന്ന തരത്തിൽ പുകപടലങ്ങൾ കൊണ്ട് ഉയരും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തിരക്കുള്ള സമയങ്ങളിലൊക്കെ തന്നെ വാഹന ഗതാഗതം തൽക്കാലം ഒഴിവാക്കും. നിലവിൽ ഇന്നലെ മുതൽ തന്നെ നഗരത്തിൽ വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഭക്തർക്ക് മടങ്ങിപ്പോകാൻ 2-2.5 മണിക്ക് ശേഷം ഈ പൊങ്കാല നിവേദിച്ചു കഴിഞ്ഞാൽ മടങ്ങിപ്പോകുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് KSRTCയും റെയിൽവേയും ഒപ്പം തന്നെ സ്വകാര്യ വാഹന സംരംഭകരും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലേക്കും ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സൗജന്യമായി വാഹനം ഓട്ടോറിക്ഷക്കാരും അതൊപ്പം തന്നെ ടാക്സി ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായി KSRTC തന്നെ വലിയ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, ഒരു പൊങ്കാലയുടെ തിരക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നഗരം പൂർണ്ണമായും ഒരു യാഗശാലയായി മാറുന്നു. ഓരോരുത്തരും അവരുടേതായ അർപ്പണ മനോഭാവം അല്ലെങ്കിൽ എന്താണോ ദൈവത്തിന് അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കേണ്ടത് അതെല്ലാം കരുതി ഈ 3 ചുടുകല്ലുകൾക്കുള്ളിൽ അടുപ്പ് കൂട്ടി അതിൽ കലങ്ങൾ വെച്ച് അങ്ങനെ അതിന് തൊട്ട് മുന്നിലായി ഈ പൂജാദ്രവ്യങ്ങൾ ഓരോന്ന് വെച്ച് അങ്ങനെ ഓരോരോ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളൊക്കെ ഒരുക്ക് എന്ന് പറയും, ഗണപതി ഒരുക്കൊക്കെ വെച്ചുകൊണ്ടുള്ള അത്തരത്തിൽ വളരെ ഭംഗിയായ ഒരുക്കുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളിങ്ങനെ കാത്തിരിക്കുകയാണ്. 9:45 ഈ പണ്ടാര അടുപ്പിൽ അഗ്നി പകരുക. അതിനുള്ള ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അത്തരത്തിൽ ആ ചടങ്ങിലേക്ക് കടക്കാനുള്ള സമയം. ആ സമയം അല്പം സമയത്തിനുള്ളിൽ തന്നെ അതിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ പൂജാ ചടങ്ങുകളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന് വിശേഷാൽ പൂജകൾ ഉണ്ട്. വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ചേർന്നാണ് ദീപം തെളിക്കുക. ദീപം തെളിച്ചിട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിൻ്റെ മുതിർന്ന ആളുകളിലേക്ക് ദീപം കൈമാറുകയും ഒപ്പം ക്ഷേത്ര പൂജാരി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പണ്ടാര അടുപ്പ് തെളിയിക്കുകയും ചെയ്യും. അവിടെ നിന്ന് പകരുന്ന അഗ്നിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയധികം ദൂരെയുള്ള ഓരോ അടുപ്പുകളിലേക്കും കൈമാറി എത്തുക. അതാണ് ഏറ്റവും വലിയ ഈ പൊങ്കാലയുടെ പ്രത്യേകത. കാരണം സാധാരണഗതിയിൽ നമുക്ക് സ്വയം തന്നെ അഗ്നിയൊക്കെ ജ്വലിപ്പിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എല്ലാം വ്യത്യസ്തമായി ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള തീ ഉൾപ്പെടെയുള്ളത് ക്ഷേത്രത്തിലെ പണ്ടാരടുപ്പിൽ നിന്നും കൊളുത്തി നൽകും. ആ അഗ്നി ഉപയോഗിച്ച് ആണ് ഈ പൊങ്കാല സമർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ കിഴക്കേക്കോട്ട ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാരണം ആ റോഡൊക്കെ പൂർണ്ണമായും ഇപ്പോൾ പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും പൊങ്കാല അടുപ്പിൻ്റെ അല്ലെങ്കിൽ പണ്ടാര അടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്കും ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ദൃശ്യങ്ങളിലേക്കുമൊക്കെയാണ് എത്തിയിരിക്കുന്നത്. വളരെയധികം ആളുകൾ പ്രത്യേകിച്ചും